ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉർലോബ് തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമായിട്ടോ. ഉർലോബ് എന്ന് പറഞ്ഞാൽ വെക്കേഷൻ. എൻ്റെ ഈ വർഷത്തെ ലാസ്റ്റത്തെ വെക്കേഷനാണ്. 5 ദിവസമാണുള്ളത് കേട്ടോ. ഒരു തിങ്കളാഴ്ച മുതൽ ഈ വരുന്ന വെള്ളിയാഴ്ച വരെ, അതായത് 20-ാം തീയതി വരെയാണ് കേട്ടോ നമ്മുടെ ഉർലോബ് എന്ന് പറയുന്നത്. അപ്പം രാവിലെ തിരക്കിട്ട് ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ, അതായത് 3 വർഷം നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ എന്താ പറയുക ഫ്രണ്ടെന്നോ അനിയത്തിന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരാളുടെ കൂടെ ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താണ് കേട്ടോ. രാവിലെ നേരം വെളുക്കുന്നത് ഇവിടെ ഒരു 8:30 ആകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ഇരുട്ടത്താണ് പോകുന്നത് കേട്ടോ. 6 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പോകുന്നത് 2-3 സ്ഥലത്ത് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോങ് നിങ്ങൾക്കായി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. ഇതൊരു ക്രിസ്മസ് സോങ് ആണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കൊളോൺ കത്തീഡ്രലാണ് കേട്ടോ. കൊളോൺ കത്തീഡ്രലിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ ചരിത്രം പറഞ്ഞു തുടങ്ങണം. ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പേര് കേട്ടിട്ടുള്ള ഒരു കത്തീഡ്രലാണ്. ഇതുവരെയായിട്ടും പണി കഴിക്കാത്ത അല്ലെങ്കിൽ പണി തീർക്കാത്ത കത്തീഡ്രലാണ് കേട്ടോ. Meine lieben Freunde, wir sind heute in Köln unterwegs. Hallo meine lieben Leute. Hey, wie cool ist deine GoPro bitte? Kann ich auch mal halten? Ja. Oh, das ist die Frontkamera. Und das ist so? Das ist back. Oh. Das ist ein Skit Action. Ah, das ist cool. Das ist ja cool. കൊളോൺ ജർമ്മനി തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ്. പിന്നെ ചരിത്രപരമായി തന്നെ വളരെ ഫെമിലിയർ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വയനാട് മാർക്കറ്റിന് ഞങ്ങളോട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വയനാട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് മാർക്കറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം കൊളോണിൽ വയനാട് മാർക്കറ്റ്, അതായത് ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര വലുത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിവിടുന്ന്, അതായത് എനിക്ക് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറാണ് കൊളോണിലോട്ട് യാത്ര ചെയ്യാനുള്ളത് കേട്ടോ. നമ്മളെല്ലാം പോകുന്നത് ഈ 49 ഡോച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ടാണ്. ഇനി ജനുവരി 1 മുതൽ ഈ ഡോച്ച്ലാൻഡ് ടിക്കറ്റിന് 58 രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ് കേട്ടോ. നേരം വെളുക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകും, 8:30 കഴിയുമ്പോഴാണൊന്ന് വെട്ടം വന്ന് തുടങ്ങുന്നത് കേട്ടോ. 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും നേരം വെളുത്ത് വരുന്നത്. എന്നാലും ഒരു മൂടി ക്ലൈമറ്റാണ് എപ്പോഴും കേട്ടോ. അതുകൊണ്ട് ഒരു 10 മണി കഴിയുമ്പോഴാണ് കടയൊക്കെ ഒന്ന് ഉഷാറായി ആൾക്കാരൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നി ഏകദേശം ഒരു 11:30-12 മണിയാകുമ്പോഴായിരിക്കും എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആയിട്ട് വരുന്നത്. പിന്നെ വൈകുന്നേരമാണല്ലോ മെയിൻ പരിപാടി എന്ന് പറഞ്ഞത്. ഇരുട്ടത്താണ് ഇവിടെ ആഘോഷങ്ങൾ കൂടുതൽ. അപ്പോഴായിരിക്കും ആൾക്കാരൊക്കെ വന്ന് ഫുൾ ക്രൗഡഡ് ആയിരിക്കും കേട്ടോ. നല്ല രസമായിരിക്കും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത്. പിന്നെ നമുക്ക് അത്രയും ലേറ്റായി കഴിഞ്ഞ് അത്രയും ലേറ്റായി വരെ നിൽക്കാൻ സമയമില്ല. കാരണം നമ്മളിന്ന് 2-3 സ്ഥലങ്ങളിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് നിങ്ങൾ വീഡിയോയിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഈ ഒരു രീതിയിലായിരിക്കും ഷോപ്പുകളൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. കൊളോൺ കത്തീഡ്രലിൻ്റെ ചുറ്റുമാണ് മെയിനായിട്ടും ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് കേട്ടോ. ഈ നവംബർ-ഡിസംബർ മാസത്തിലെ വിൻ്ററിൻ്റെ ഡാർക്ക്നെസ്സിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ ഒരു പ്രത്യേക വൈബ് കൊണ്ടുവരാനും ഡിപ്രഷനൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നവംബറിലെ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഓണായി തുടങ്ങുന്നത് കേട്ടോ. ഏകദേശം ഒരു ഡിസംബർ 23-24 ആകുമ്പോഴത്തേനും എല്ലാ ക്രിസ്മസ് മാർക്കറ്റുകളും ക്ലോസ് ആയി തുടങ്ങും കേട്ടോ. എന്തായാലും ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പണായി വരാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അതിലൂടെ കുറച്ച് നേരം നടക്കുമായിരുന്നു. നല്ല സ്ഥലം കേട്ടോ. നമ്മൾ താമസിക്കുന്നത് അത്ര വലിയ സിറ്റി അല്ല, കുറച്ചൊരു ഗ്രാമപ്രദേശം പോലെയാണ്. കൊളോൺ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ സിറ്റിയാണ്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. കുറേ യൂണിവേഴ്സിറ്റീസും അതേപോലെ തന്നെ കുറേ കമ്പനീസും ഉള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഇപ്പം നടക്കുന്ന ഒരു മാൻമെയ്ഡ് കനാലിൻ്റെ ചുറ്റുമാണ് കേട്ടോ. ശരിക്കും ഒരു ബീച്ചല്ല അത്. അപ്പം നമ്മൾ കുറച്ച് അതിലൂടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ നമുക്കിവിടെ മഴയും തണുപ്പുമായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ ഒരു ട്രോക്കിനെക്കാളാണ് കേട്ടോ.
ഇവിടുത്തെ ആൾക്കാരാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ട്രോക്നെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ തണുപ്പെന്ന് പറയും. സാധാരണ മഴയും തണുപ്പുമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിയ തണുപ്പ് വരുമ്പം ആൾക്കാർക്ക് കുറച്ചും കൂടെ പുറത്തിറങ്ങാനും എൻജോയ് ചെയ്യാനും ഉള്ളൊരു നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു അക്വേറിയം വിത്ത് സൂ ആണ്. അതായത് അക്വേറിയം സൂവും കൂടെ ഒരുമിച്ച് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിക്കറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. കൊളോൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്ററാണ് ഉള്ളത്. നമുക്ക് നടന്നു വരാവുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നടന്നാണ് വന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് അനിമൽസോ ബേർഡ്സോ ഫിഷോ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണല്ലോ ജർമ്മനി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു തവളയെ കാണുന്നവരെ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ പൊട്ടുതവള, അതുപോലെ കുളത്തിലൊക്കെ കാണുന്ന തവളയില്ലേ, അതിനെയൊക്കെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പല്ലി, ഓന്ത് അതൊക്കെയാണ് കൂടുതൽ കാണാൻ പറ്റിയത് കേട്ടോ. പിന്നെ ഫിഷസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫിഷ് അക്വേറിയം സൂപ്പറായിരുന്നു. അത്ര വലിയ അക്വേറിയം ഒന്നുമല്ല, ചെറുതായിരുന്നു. എന്നാലും എൻ്റെ കൂടെ വന്ന ആൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികം നമ്മൾ കാണുന്ന പോലെ പുഴയോ മീനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ എന്ത് ചെറിയ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നതും അതുപോലെ ഉരുളവ് നടത്തുന്നതും പുറത്തു പോകുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ജനിച്ചു വളർന്ന കൾച്ചറിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ലൈഫ് എൻജോയ് ചെയ്യുക, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്താ പറയുക, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇടയ്ക്ക് വിശന്നപ്പം ഞങ്ങൾ സൂര്യ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഒരു നല്ല വെയിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു കാലാവസ്ഥയായിരുന്നു. എന്തായാലും ഹാപ്പി ആയിട്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സൂവിലാണ്. സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കൊക്കുകളും താറാവും, അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ 2 താരത്തെ കാണുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താ പറയുക, വേറെ എന്തിനെ കണ്ട്, കുരങ്ങിനെ കണ്ടു, പിന്നെ നമ്മുടെ കരടീനെ കണ്ടു കേട്ടോ. ഇവരാണ് ഞാൻ പറഞ്ഞ 2 മെയിനായിട്ടുള്ള താരങ്ങൾ. ഇവർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇവിടെ 2 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ പുള്ളിക്കാരൻ കുറച്ച് നേരമായിട്ട് തന്നെ വേലിക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു പുറത്തു വരാനുള്ള വഴിയെങ്ങാനും നോക്കുന്ന ആണോ എന്നൊരു സംശയം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബേർഡ്സിനെ കണ്ടു. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ, നല്ല കളർ കോമ്പിനേഷനിൽ. സൂ ഒക്കെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷം ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെയാണ് കേട്ടോ. ഒരുപാട് ഇൻ്റർനാഷണൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാത്ത അത്ര റെസ്റ്റോറൻറ്റുകളും, അതായത് പല രാജ്യത്തു നിന്നുള്ള റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഷോപ്പിംഗ് മോളുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഒരു തുർക്കിഷ് ബ്രൈഡൽ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. നമ്മൾ റീൽസിലൊക്കെ കാണാറില്ല ഇതുപോലത്തെ ഗൗണൊക്കെ. ഞങ്ങൾ ഷോപ്പിൻ്റെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നി, അങ്ങനെ കണ്ടു കയറിയതാണ് കേട്ടോ. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം വരികയാണെങ്കിൽ ഒരു 25,000-30,000 നല്ല അടിപൊളി ഗൗണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് മേലോട്ടുള്ളതാണ് ഉള്ളത്. എന്നാലും വൈറ്റ് ഗൗണൊക്കെ ഇല്ലേ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ, തുർക്കിഷ് ബ്രൈഡ്സിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഒക്കെ ആ ഒരു മോഡലിലുള്ള ഗൗണൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ കസ്റ്റം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി, എന്താ പറയുക, നമുക്ക് വാങ്ങിക്കാനൊന്നുമില്ല, പിന്നെ ഒരു സന്തോഷം, ഒന്ന് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ. നല്ല വെറൈറ്റി ഓഫ് ന്യൂ മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണ് കാണാൻ, ഒരു പ്രിൻസസിനെ പോലെ ഇരിക്കും അതൊക്കെ ഒന്ന് ഇട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അല്ലേ. പറയാതിരിക്കാൻ പറ്റത്തില്ല, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബബിൾ ടീ ആണ് കേട്ടോ. കോക്കനട്ട് മറാക്കുയ മിക്സാണ് ഞാൻ മേടിച്ചത്. മറാക്കുയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടില്ലേ, എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ എലീനെക്കുറിച്ച് വായിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അവൾ ഒരുപാട് ബുക്സ് വായിക്കും. അതുകൊണ്ട് നമ്മൾ താലിയയിലൊന്ന് കയറി. ഇവിടുത്തെ താലിയ ഭയങ്കര വലുതാണ് കേട്ടോ. ഒരു ബുക്ക് സ്റ്റോറാണ് താലിയ എന്ന് പറയുന്നത്.
അപ്പം അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള കുറച്ച് ബുക്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ അടുത്ത വയനാട് മാർക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. GoPro wieder rausgeholt. Amazing, Baby. Hallo, ich bin müde. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എവിടെയാണ് നമ്മളുള്ളതെന്ന്? ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന ഡോട്ട്മുണ്ടിലെ വയനാട് മാർക്കിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കാണാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ. വൈകുന്നേരം ഏകദേശം 7 മണിയായപ്പോഴാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. നമുക്കൊരു 50 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൂ. 8 മണിയാകുമ്പോഴത്തേന് നമ്മുടെ ബസ്സല്ല ട്രെയിൻ വരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വയനാട് മാർക്കറ്റ് കാണുക, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ താരം വലിയ ക്രിസ്മസ് ട്രീ കാണുക എന്നുള്ളതാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് വന്ന പാടെ നമ്മളൊരു ചിറോസാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ചിറോസ് ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ സ്ഥലത്ത് റൈനയിൽ കിട്ടുന്ന ചിറോസും സൂപ്പറാണ് കേട്ടോ. Ausnehmen. Danke. Ist es lecker? Ja, ist immer lecker. Ja, wer weiß. Ist lecker. Als hier. ഞാൻ നോർവേയിൽ പോയ സമയത്ത് ഒരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വാമുള്ളതാണ്. മുയലിൻ്റെ പൂള് വെച്ചിട്ടുള്ള തൊപ്പിയാണ് കേട്ടോ. അതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബേക്കിൽ പുറകിൽ 2 മണികളുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എലീന എന്നോട് പറഞ്ഞു, ഇത് പിള്ളേരുടെ തൊപ്പി പോലെ ഉണ്ടല്ലോ എന്ന്. അതും കേട്ടപ്പോൾ എനിക്കത് ഇടാൻ തോന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് തൊപ്പി വാങ്ങിക്കാൻ നോക്കി. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൊപ്പി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാച്ചായുള്ള ഷോളും കൂടെ മേടിക്കണം, എന്നാലേ ഒരു രസമുള്ളൂ ഇടാം. Sarah. Wir gehen in die falsche Richtung. Was ist das denn jetzt? Was ist Abi 25? നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് മാർക്കിൽ. ഇപ്പോൾ ഇവിടെ 22-ാം തീയതി ആകുമ്പോഴത്തേനും സ്കൂളൊക്കെ അടയ്ക്കും. പിന്നെ 2 ആഴ്ചത്തേന് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയും വെക്കേഷനാണ് കേട്ടോ. നമുക്ക് ഈ ഫ്ലേഗയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ, അതായത് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ക്രിസ്മസിനോ അല്ലെങ്കിൽ വയനാട്ടിനോ സിൽവസ്റ്ററിനോ, അതായത് ഒന്നില്ലെങ്കിൽ ക്രിസ്മസിന് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ന്യൂ ഇയറിന് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ക്രിസ്മസിന് വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, എവിടെയും പോകാനൊന്നും പറ്റത്തില്ല. Wie teuer ist es, Mütze und Schal zusammen? Welche? Ja, orange. 30. Beide zusammen? സാധാരണ ക്രിസ്മസ് മാർക്കിൽ ഫുഡ് ഐറ്റംസ് ഒഴിച്ച് ബാക്കി എന്ത് കാര്യത്തിനും നല്ല റേറ്റ് ആണ് കേട്ടോ. ഈ സമയത്ത് ക്രാഫ്റ്റ് വർക്ക് ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആ തൊപ്പിക്കും ഷോളിനും കൂടെ ചോദിച്ചപ്പോൾ 30 യൂറോയാണ് പറഞ്ഞത്. പെട്ടെന്ന് കേട്ടപ്പം ഒരു അത്രയും ടോയറായിട്ട് അത്രയും കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 യൂറോ 9 യൂറോ അല്ലെങ്കിൽ 12 യൂറോയ്ക്കൊക്കെ അത്യാവശ്യം നല്ലത് കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ കാർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ലിക്വിഡ് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. ഈ സമയത്ത് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പോയി കഴിയുമ്പം ലിക്വിഡ് ക്യാഷ് കൊണ്ട് പോകണം. ഇവിടെയൊന്നും കാർഡ് അവർ എടുക്കത്തില്ല കേട്ടോ. Hier? Soll ich hier bestellen oder? Kann ich hier bestellen? Okay, dann einmal. Ja. Aber ich würde jetzt wahrscheinlich alle in die... Ich will nehmen das
Die mittlere. Dritte. Genau. Ja, genau. Danke. 4? 4, ja. Okay. Haben Sie keine Soße da? Ketchup, Senf. Oh, okay, danke. Curry. Okay, danke. ഈ തണുപ്പത്ത് വയനാട് മാർക്കിൽ ഒരു ചൂട് ബ്രാഡ് ടോസ്റ്റ് കഴിക്കുമ്പോൾ ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രാഡ് ടോസ്റ്റ്. നമുക്ക് അത്ര ഹെൽത്തി അല്ലെന്നാണ് പറയുന്നത്, എന്നാലും നമ്മൾ വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. സോ നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ട് കുറച്ച് മാർക്കറ്റ് നടന്ന് കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ കുറച്ചൊക്കെ ചുറ്റിക്കറങ്ങി നോക്കിയിട്ടും നമ്മുടെ വലിയ ട്രീ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ചെറിയതായിട്ടൊരു ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ഒന്നാമത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂർ എനിക്ക് തോന്നുന്നത് കേട്ടോ, ചിലപ്പോൾ അതിലും കൂടുതൽ എടുക്കാം നമ്മൾ ഒരറ്റത്ത് തുടങ്ങി മറ്റേ അറ്റത്തെത്താനായിട്ട്. കാരണം ഇവിടുത്തെ വയനാട് മാർക്കറ്റ് അങ്ങനെ വിപുലീകരിച്ച് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇനി അധികം സമയം കളയാനില്ല. നമ്മുടെ ഈ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ ഇന്ന് വീട്ടിലെത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പതുക്കെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ഈ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ജർമ്മനിയിലെ ഏറ്റവും വലുതായിട്ടുള്ള ക്രിസ്മസ് ട്രീ കാണാനായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ഞാനിവിടെ 3 വർഷമായി വന്നെങ്കിലും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യമാണ് അത് കാണണമെന്ന് വിചാരിച്ച് വന്നത്. അതെന്തായാലും നടന്നില്ല. സാരമില്ല, നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വളരെ വ്യൂസ് കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് നോക്കണം, എന്നാലേ കാണത്തുള്ളൂ കേട്ടോ. ചിലപ്പം എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷനായിട്ട് എല്ലാവർക്കും ഒന്നും വരുന്നില്ല, കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ കുറച്ച് ഗ്യാപ്പ് വരാറുണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് താങ്ക്സ്. ജർമ്മനിയിൽ നിന്ന് ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ച് പൊളിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ആരും മിസ് ചെയ്യരുത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. Auf Wiedersehen. Definitely. Yeah.